ഹലോ ഗെയ്സ്, അപ്പോൾ നമ്മളിന്ന് ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത്. സിമ്പിളായിട്ട് എങ്ങനെയാണ് ചിക്കൻ കറി വെക്കാൻ നോക്കി നോക്കാം. കുറച്ച് ചിക്കനിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം, കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു ചിക്കനാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഒരു 3 കിലോനൊക്കെ ഉണ്ടായിരിക്കും. അതിൻ്റെ പകുതി ചിക്കനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ വിസിൽ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഒരു 10-20 മിനിറ്റ് ആകുമ്പോഴത്തേന് വെന്ത് കിട്ടും കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യമായ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പെരിഞ്ചീരകം, കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് മിക്സിയിലൊന്ന് അടിച്ച് വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അതിനാവശ്യമായ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം. 2 സബോള, 3 തക്കാളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് അരിഞ്ഞ് സെറ്റാക്കണം. അതിനുശേഷം ഏത് പാത്രത്തിലാണോ നമ്മൾ ചിക്കൻ വെക്കുന്നത് അത് വെച്ചതിന് ശേഷം അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. സവാളയും വേപ്പിലയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. സവാള എല്ലായിടത്തും ഉപ്പ് പിടിക്കുകയും ചെയ്യും. പെട്ടെന്ന് നമുക്ക് അത് വഴറ്റി കിട്ടുകയും ചെയ്യും കേട്ടോ. കളർ പെട്ടെന്ന് മാറി കിട്ടും. ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് സെറ്റാക്കി കൊടുക്കണം കേട്ടോ. ഒന്ന് സെറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അരച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായി അരച്ചെടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് 2 പ്രാവശ്യം ഒന്ന് അരച്ചെടുത്തിട്ടുള്ളൂ. കാരണം നമ്മൾ ചതച്ചിടുന്നതാണല്ലോ ഇതിൽ. ചതച്ചിടുന്നവർക്ക് ചതച്ചിടാം. നന്നായി അരിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഗ്രേവി നല്ല അരിഞ്ഞു പോവും. അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ. നമുക്ക് പണ്ടൊക്കെ നമ്മൾ ഇഞ്ചി പച്ചമുളക് ചതച്ചിട്ടാണല്ലോ ഇടാറ്. എന്നാലും കുഴപ്പമില്ല, ചിക്കനൊക്കെ ഇട്ടാലും സെറ്റായി കിട്ടും കേട്ടോ. വെളുത്തുള്ളി നല്ല അരിഞ്ഞിട്ടൊന്നും ഇല്ല. നമുക്കിനി വെന്ത് കഴിഞ്ഞാൽ എല്ലാം സെറ്റാവും. ചിലവർക്ക് ഇഞ്ചി കഴിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇഞ്ചി ഒന്ന് എടുത്ത് കളഞ്ഞു കൊടുക്കാം കേട്ടോ കറി ആയതിന് ശേഷം. ഇനി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത് 3 കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് മിക്സിയിൽ അരച്ച് കൊടുത്തിട്ടുണ്ട്. അരച്ചു കൊടുക്കാൻ നിർബന്ധമില്ല, ജസ്റ്റ് ഇതിൽ ഇട്ട് കൊടുത്താലും മതി. പക്ഷേ ഇങ്ങനെ ചെയ്താൽ ഒന്നും കൂടി കട്ടി കിട്ടും, അത്രേ ഉള്ളൂ. മുളക് പൊടി മിക്സിയിൽ അടിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി കട്ടി കിട്ടും കേട്ടോ. ഇനി നമുക്കെല്ലാം കൂടി ഒന്ന് സെറ്റാക്കി കൊടുക്കണം. ഉപ്പ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചിക്കനിൽ ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലും കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പ് കറക്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കിയാൽ മതി. എല്ലാം ഒന്ന് ശരിക്കും നല്ല പോലെ വഴറ്റിയതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ചിക്കൻ ഇടുമ്പോൾ വെള്ളത്തുടുക്ക അങ്ങനെ നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആദ്യം നമ്മൾ അരിപ്പുള്ള കയ്യിലുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ചിക്കൻ മാത്രം ഇട്ടിട്ട് ഗ്രേവി ഇട്ട് നന്നായി ഒന്ന് സെറ്റാക്കി കൊടുക്കാം. കാരണം ചാറ് അധികം ഇഷ്ടമില്ലാത്തവർക്ക് ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതല്ലെങ്കിൽ ചാറ് വേണം എന്നുണ്ടെങ്കിൽ മാത്രം അതിലത്തെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ അടച്ചു മൂടി സെറ്റാക്കി ഒരു 5 മിനിറ്റ് നേരം ഒന്ന് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ചപ്പാത്തി, പൊറോട്ട, ദോശയിലൊക്കെ കഴിക്കാൻ പറ്റും. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത് വേവിച്ച വെള്ളം തന്നെ ഒഴിച്ചാൽ മതി കേട്ടോ. ചിക്കൻ നന്നായി ഫ്രഷ് ആക്കിയിട്ടാണ് നമ്മൾ വേവിച്ചെടുത്തുള്ളത് കൊണ്ട് ആ വെള്ളം കുഴപ്പമില്ല. കുറച്ച് ഉപ്പിട്ടാൽ മതി, അല്ലെങ്കിൽ ഉപ്പ് കൂടും. അപ്പം നന്നായി ഒന്ന് സെറ്റാക്കി കൊടുക്കുകയാണ്. അതിന് കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട്. ഇനി ഈ കറി വെച്ചിട്ട് ബാക്കി വന്നുള്ള സംഭവം കൂടി നമ്മളൊന്ന് ഉണ്ടാക്കുന്നുണ്ട്.
കറി നല്ല എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കറി ബാക്കി വരും. അത് നമ്മൾ ഒന്നിലേക്ക് എടുക്കില്ല. അപ്പോൾ ചിലപ്പോൾ അത് വേസ്റ്റായി പോവും. അതില്ലാതിരിക്കാൻ സൂപ്പറായിട്ടുള്ളൊരു 4 മണി പലഹാരം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിന് അടുത്ത വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ കണ്ടൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ് ചിക്കൻ കറി വെക്കാൻ. ചിക്കൻ കറി പല മോഡലിലും വെക്കാൻ പറ്റും നമുക്ക്. ഒരു മോഡലാണ് കേട്ടോ ഇത്. ഇതുപോലെ തന്നെ ഒത്തിരി പല പല രീതിയിൽ നമുക്ക് വെക്കാൻ പറ്റും. എനിക്ക് എല്ലാത്തിനേക്കാളും സിമ്പിളായി തോന്നിയത് ഇതാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് നോക്കി നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വേവൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഒരുപാട് വെന്ത് പോകാനും പാടില്ല കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് നേരം നമുക്കൊന്ന് അത് വേവിച്ചെടുക്കണം. അപ്പോൾ ഫൈനലൊക്കെ ഇതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ഓക്കെ, ബൈ ബൈ.